ജീവിത നിഷേധം വിനാശകരം. 118 സങ്കീർത്തനം 5 മുതൽ 20 വരെ. ചിന്തയ്ക്കായിട്ട് 17 വാക്യം. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ജീവിതത്തെ നിഷേധാത്മകമായി സമീപിക്കുന്നവർ ഉണ്ടാകുന്ന ദുഷ്ഫലങ്ങൾ നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ ആകസ്മികമായ മരണത്തോടെ അടിപതറിയ ഒരു മധ്യവയസ്ക, കോളേജിൽ പഠിക്കുന്ന ഏകപുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. ഭർത്താവിൻ്റെ നിര്യാണത്തിൻ്റെ ആഘാതം ആ സ്ത്രീയെ ഒരു മാനസിക ക്ഷീണത്തിൽ ആക്കി മാറ്റി. വൈകാരികമായ ക്ഷതം മൂലമുണ്ടായ ഒരു താളപ്പിഴ, താൻ ഏകാകിനിയാണെന്നുള്ള ഒടുങ്ങാത്ത വിചാരം കൊണ്ട് അസ്വസ്ഥ ചിത്തയായി തീർന്ന ആ സ്ത്രീ കോളേജിൽ പഠിക്കുന്ന തൻ്റെ പുത്രൻ്റെ സന്തത സാമീപ്യം മാത്രമേ അല്പമെങ്കിലും ആശ്വാസം പകർന്നുള്ളൂ. അവർ അവൻ്റെ പഠിപ്പ് മുടക്കി. ഇടം വലം തിരിയാൻ അവന് അനുവദിച്ചുമില്ല. തന്നോടല്ലാതെ സ്ത്രീവർഗത്തിൽപ്പെട്ട ആരോടും ഉരിയാടാൻ കൂടി അവർ മകനെ അനുവദിച്ചില്ല. അങ്ങനെ അമ്മയുടെ ഇംഗിതത്തിന് വഴങ്ങിക്കഴിഞ്ഞ് കൂടേണ്ടി വന്ന ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം മുരടിച്ചുപോയി. നിഷേധാത്മകമായി ജീവിതത്തെ സമീപിച്ചതുമൂലം സ്വന്തം പുത്രൻ്റെ ജീവിതത്തെ കൂടി നശിപ്പിച്ചു എന്ന് പറയുകയായിരിക്കും കൂടുതൽ ശരി. എന്നാൽ കഷ്ടകാലത്തെ ക്രിയാത്മകമായി കൈകാര്യം ചെയ്ത ഒരു വില്യമിൻ്റെ ദൃഷ്ടാന്തം ഡോക്ടർ ജോൺ എ ഷിൽഡർ ഉദ്ധരിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ അനുസ്മരണീയമാണ്. വില്യമിൻ്റെ ഭാര്യ കുടലിൽ ക്യാൻസർ ആയി മരിക്കുമ്പോൾ അദ്ദേഹം അതേ അസുഖത്തിനുള്ള ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. ഇത്രയും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ജീവിച്ചിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ ലോകത്തിൽ വേറെ കാണുകയില്ല. തൻ്റെ ഭാര്യയുടെ മരണവിവരം അറിഞ്ഞ ഉടനെ അദ്ദേഹം അല്പസമയം ചിന്താധീനനായിരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് യാതൊരു കുലുക്കവും കൂടാതെ തൻ്റെ പ്രിയപ്പെട്ട പത്നി എത്രമാത്രം അസാധാരണമായ ഗുണവിശേഷണങ്ങളുള്ള ഉത്തമ വനിതയായിരുന്നുവെന്ന് ഉദാഹരിക്കുന്ന ചില സംഭവങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ പിന്നീട് ഒരിക്കലും തൻ്റെ സഹധർമ്മിണിയെ ചൊല്ലി അദ്ദേഹം വിലപിച്ചിട്ടില്ല. താൻ ഏകനായി തീർന്നു എന്ന വിചാരം വില്യമിനെ അലട്ടിയിട്ടില്ല. തൻ്റെ ഭവനം കിളിപോയ കൂടായി അദ്ദേഹത്തിന് അനുഭവപ്പെടുകയോ തൻ്റെ ജീവിതം ശൂന്യമായി തീർന്നുവെന്ന് ഒരിക്കലെങ്കിലും അദ്ദേഹം പറയുകയോ എഴുതുകയോ ചെയ്തിട്ടുമില്ല. തൻ്റെ കൂട്ടുകാരി ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെ ജീവിക്കുകയും സന്തോഷത്തോടും ചുറുചുറുക്കോടും കൂടി ഓടി നടന്ന് പ്രവർത്തിക്കുകയും ചെയ്തുവോ അതുപോലെ തന്നെ അദ്ദേഹം ജീവിതം തുടരുകയാണ് ചെയ്തത്. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ജീവിതത്തെ ഇപ്രകാരം ക്രിയാത്മകമായി സമീപിക്കുവാൻ കഴിയൂ. എന്നിരുന്നാലും അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. ഇതത്ര ദുഷ്കരമായ കാര്യമൊന്നുമല്ല. നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിങ്ങളുടെ കാൽ ഉറപ്പിച്ച് നിൽക്കുക. ചില സംഗതികൾക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞെന്ന് വരികയില്ല. അങ്ങനെയുള്ളവ സ്വീകരിക്കുകയാണ് വേണ്ടത്. കഴിയുന്നത്ര നന്നായി എങ്ങനെ തുറന്ന് ജീവിക്കാമെന്നുള്ളത് കണ്ടുപിടിക്കുക. ഒരു ഭർത്താവിന് ഭാര്യയോ അതോ ഭാര്യയ്ക്ക് ഭർത്താവോ നഷ്ടപ്പെടുമ്പോൾ വിലപിക്കുന്നത് അവരുടെ വേർപാടിനേക്കാൾ ഉപരി തന്നെപ്പറ്റി തന്നെയുള്ള സഹതപിക്കലല്ലേ? ജീവിതത്തെ നിഷേധാത്മകമായി സമീപിക്കുന്നവർ തന്നെ തന്നെയും മറ്റുള്ളവരെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്രിയാത്മകമായി സമീപിക്കുന്നവർ തന്നെ തന്നെയും മറ്റുള്ളവരെയും ഉദ്ധരിക്കുന്നു. അപ്രതിഹിതമായ പല സംഭവങ്ങളും പരിതസ്ഥിതികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അവയെ ക്രിയാത്മകമായ മനോഭാവത്തോടുകൂടി സ്വീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ജീവിതം സൗഭാഗ്യകരമാക്കാൻ കഴിയൂ. ഓർക്കണമേ, തീരുമാനമെടുക്കാൻ അറിയാത്തവനാണ് ഏറ്റവും ദൗർഭാഗ്യവാൻ. ആവർത്തന പുസ്തകം 30:19. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.